എന്നാണ് പറഞ്ഞത്. അതെ, രണ്ടാം ഘട്ടമായപ്പോ പ്രിയപ്പെട്ടവരെ, രാഹുലേട്ടൻ കെയർ ചെയ്തിട്ടുള്ള പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ് എന്ന് ഒന്നായി, രണ്ടായി, മൂന്നായി, പിന്നെ അതിന് എണ്ണം കിട്ടാനായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് ഇപ്പോ പോയിട്ടുള്ളത് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഒരാൾക്ക് മെസ്സേജ് അയക്കുകയാണ്, ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നു, ഫേസ്ബുക്കിലൂടെ അയക്കുന്നു, വാട്സാപ്പിലൂടെ അയക്കുന്നു, ഇൻസ്റ്റാഗ്രാമിലൂടെ അയക്കുന്നു. പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഗൂഗിൾ പേയിൽ വരെ മെസ്സേജ് അയക്കുന്ന നരമ്പു രോഗിയായി പാലക്കാട് MLA മാറി. ഞങ്ങൾ ഇങ്ങോട്ട് പ്രതിഷേധം നടത്തിയത് നിങ്ങൾ രാജിവെക്കണമെന്ന് മാത്രം പറയാനല്ല, നിങ്ങൾ ഇനി ഈ പാലക്കാടിന്റെ മണ്ണിൽ കാലുകുത്തരുത് എന്ന് പറയാൻ കൂടിയിട്ടാണ്. നിങ്ങൾ നോക്കൂ, ഒരു ട്രാൻസ്ജെൻഡറിനെ അടക്കം പറയാൻ പാലക്കാട് തോന്നുന്ന തരത്തിൽ മൃഗീയമായി പീഡിപ്പിക്കുന്നത് പോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഞങ്ങളുടെ സഖാക്കൾ ഇവിടെ വിളിച്ച മുദ്രാവാക്യം കോഴി കോഴി എന്നുള്ളതാണ്. ഞങ്ങൾ അതിന്റെ നേതൃത്വം ആ മുദ്രാവാക്യത്തെ തിരുത്താൻ വേണ്ടി തയ്യാറാവുകയാണ്. കോഴി മനുഷ്യന് ഒരുപാട് ഗുണമുള്ള ജീവിയാണ്. ആടിനും വീടിനും ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് പോലും ഒരു ഉപകാരവുമില്ല. ചെമ്മാടികളെ ആ ജീവിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കരുത് എന്ന് ഞാൻ ഈ അവസരത്തിൽ തിരുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവൻ ഏറ്റവും പെട്ടെന്ന് രാജിവെക്കണം. രാജിവെച്ച് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ശുശ്രൂഷയ്ക്ക് പോകണം. അതല്ലെങ്കിൽ ഗോവിന്ദച്ചാമിയേക്കാൾ അപകടകരമായിട്ടുള്ള ആളായിട്ട് ഇയാൾ മാറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ പറയുന്നത് പോലെ എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നുണ്ട്. കോൺഗ്രസുകാരോട് പരാതി പറഞ്ഞാൽ അവരെന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. പാവപ്പെട്ട കോൺഗ്രസുകാർ എവിടെയാണ് പോയി പറയുക? കോൺഗ്രസുകാരുടെ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക്, കോൺഗ്രസുകാരുടെ നേതാക്കളുടെ മക്കൾക്കുൾപ്പെടെ വലിയ രൂപത്തിൽ ഇപ്പോ ഇതുപോലെ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അപ്പോഴാണ് AICCയെ ബന്ധപ്പെടാമെന്ന് കരുതുകയും കേന്ദ്രത്തിലേക്ക് പോയി. എന്നിട്ടോ പ്രിയങ്ക ഗാന്ധിയോട് പോയിട്ട് ഒരു പെൺകുട്ടി പരാതി പറഞ്ഞു അത്രേ. അല്ലയോ പ്രിയങ്ക ഗാന്ധി, നിങ്ങൾ വയനാട് MP കൂടിയല്ലേ, കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും MLA ഞങ്ങളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പരാതി പറഞ്ഞപ്പോ പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ അയച്ച ഒരു മെസ്സേജ് തിരിച്ചു കാണിച്ചു കൊടുത്തു എന്നാ പറഞ്ഞത്. ഹായ് ഡിയർ പ്രിയങ്ക, യു ആർ സോ ബ്യൂട്ടിഫുൾ എന്നാണ് പ്രിയങ്ക ഗാന്ധിയോട് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അങ്ങനെ വലിയ രൂപത്തിൽ നാടിന് അപകടകരമായിട്ട് ഈ രാഹുൽ മാറിയിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇന്നലെ മുതൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇന്ന് SFI പ്രതിഷേധം നടത്തിയത്. ഞങ്ങൾ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കണമെന്ന് തീരുമാനിച്ചിട്ടാ വന്നത്. നിങ്ങൾ എന്താ കരുതിയത്? കുറച്ച് പോലീസുകാരെ, ഒരു 10-20 പോലീസുകാരെ ലാത്തിയും കൊടുത്ത് നിർത്തി, ഒരു ജലപീരങ്കിയും വെച്ച്, കുറച്ച് ബാരിക്കാർഡും വെച്ച ഞങ്ങൾ വന്ന് സംസാരിച്ച് അവസാനിപ്പിച്ചു പോകുന്ന നിങ്ങളുടെ ബാരിക്കാർഡിനും ജലപീരങ്കിക്കൊന്നും തടുത്തു നിർത്താൻ ഈ സംഘടനയെ പറ്റില്ല. രാഹുല്, നീ മനസ്സിലാക്കിക്കോ, ബഹുമാനമൊക്കെ പണ്ടേ പോയി. അതുകൊണ്ട് രാഹുല്, നീ മനസ്സിലാക്കിക്കോ, ഇനി പാലക്കാട് മണ്ഡലത്തിൽ, പാലക്കാട് ജില്ലയിൽ നീ കാല് കുത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. ആ നിലയിലേക്ക് വരും ദിവസം ഞങ്ങൾ പ്രതിഷേധം മാറ്റും. ഞങ്ങൾ ഇവിടെ നിർത്തണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ നിർത്താൻ പറഞ്ഞപ്പോ ഞങ്ങളുടെ കുട്ടികളെ നിർത്തി, ഇരിക്കാൻ പറഞ്ഞപ്പോ ഞങ്ങളുടെ കുട്ടികൾ ഇരുന്നു, കയറി പൊളിക്കാൻ പറഞ്ഞാൽ കുറച്ച് സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ, SKSUവിന്റെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ ഒരാളും അവിടെ ബാക്കിയുണ്ടാവില്ല. കണ്ണൂർക്ക് ഒന്നും പേടിപ്പിക്കണ്ട, നിങ്ങളെ ഒന്നും കാണാത്ത ആളുകളെ അല്ല ഞങ്ങൾ. PMG സ്ക്വാഡിലെ കുട്ടികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അവര് വിചാരിച്ച നേരിടാവുന്നത് മുണ്ടും മടക്കി നിൽക്കണം. അതൊക്കെ പോയി വീട്ടിൽ പോയി കാണിച്ചോ, അല്ലെങ്കിൽ ഈ മാങ്കൂട്ടത്തിനെ കാണിച്ച് അങ്ങനെ ഒന്ന് നന്നാക്ക്. ആരെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുമല്ലോ എന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.